ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ്. ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തിരക്കായത് കാരണം മര്യാദയ്ക്ക് ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിലിരുന്നപ്പോൾ ഇന്ന് ഫുൾ ഫ്രീ ആയിരുന്നു. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ തന്നെ എടുക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മളുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം ഉറക്കം എണീറ്റിട്ട് ചെയ്യുന്നത് ബെഡൊക്കെ ഒന്ന് നീറ്റാക്കിയ ശേഷം വിൻഡോസൊക്കെ ഓപ്പൺ ആക്കിയിടും, നല്ല ഫ്രഷ് ഇറക്ക് റൂമിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ നേരെ ബ്രഷ് ചെയ്ത ശേഷം എൻ്റെ ചായയൊക്കെ ആയിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വന്നു. ഇവിടെ നല്ല വ്യൂ, പ്രത്യേകിച്ച് മഴയൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് കാണാൻ. പിന്നെ ഈ ഒരു മത്തങ്ങ ഇത് അലി ടുട്ടു ചാനൽസിൽ ടുട്ടുവിൻ്റെ വീട്ടിലുണ്ടായതാണ്. ഇത് ഞാനിന്ന് ഉച്ചക്കത്തേക്കാക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പമായിരുന്നു. എന്നൊക്കെ അപ്പമാക്കിയാലും എൻ്റെ ഒരു ഫേവറേറ്റ് കറിയാണ് മുട്ടക്കറി. ഇത് ഞാനൊരു സ്പെഷ്യൽ രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ചാനൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. പിന്നെ ലോങ് വീഡിയോ ആയിട്ട് വേണ്ടവർ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസിൽ ഇട്ടുതരാം. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ മുട്ടക്കറിയും അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള മെയിൻ ഒരു ഭാഗ്യമാണ്, ഞാൻ വീട്ടിലിരുന്ന് എപ്പോഴൊക്കെ ഫുഡ് കഴിച്ചാലും നല്ല വ്യൂ ആയിരിക്കും. ഫ്രണ്ടിൽ തന്നെ കായലൊക്കെ, നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസിലാണ് വീടുള്ളത്. ഇപ്പോൾ റീൽസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സാമ്പ്രാണിക്കോടിയില്ലേ, ആ സെയിം എക്സാക്റ്റ് പ്ലേസ് പോലെ എൻ്റെ സ്ഥലവും കാണാൻ. ഇത് ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ, ഒരു ഹാഫ് ആൻ അവർ പോലും ഉണ്ടാവില്ല. പിന്നെ അത് നമ്മുടെ മുട്ടക്കറി എന്നത്തെയും പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്തു. എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്ന് വിശന്നപ്പോൾ ഞാനൊരു പഴം കഴിച്ചായിരുന്നു. അതെൻ്റെ വീട്ടിൽ തന്നെ കിളിച്ചതാണ്. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ റൂമിലിരിക്കുന്ന ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് ഞാനൊരു ഡെക്കറേഷൻസിന് മാത്രം വെച്ചേക്കുന്നതല്ലേ, എയർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ്റ്റൊക്കെ ക്ലിയർ ചെയ്തിട്ട് നല്ല ക്ലിയർ ഓക്സിജൻ തരുന്ന പ്ലാന്റ്സ് ഞാൻ മെയിനായിട്ട് വെച്ചേക്കുന്നത്. ഇതിൻ്റെ കൂടെ സൈഡിലൊരു സ്നേക്ക് പ്ലാന്റും കൂടി ഉണ്ടായിരുന്നേ, അത് പക്ഷേ വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് എൻ്റെ റൂമിൽ നിന്നുള്ളൊരു വ്യൂ. പിന്നെ കുറേ കഴിഞ്ഞ് ബോറടിച്ചപ്പോൾ ഞാനൊരു ലാപ്പിൽ എന്തെങ്കിലും സീരീസ് കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ആക്കി ഇട്ടേക്കുന്ന സീരീസൊക്കെ ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ ജിസോൻ്റെ ബോയ് ഫ്രണ്ട് ഓൺ ഡിമാൻഡ് സീരീസ് ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനത് കുറച്ച് കാണാൻ തീരുമാനിച്ചു. പിന്നെ ഈ റീൽസൊക്കെ വന്ന ശേഷം മൂവീസോ സീരീസോ ഒന്നും അധികം അങ്ങനെ കണ്ടിരിക്കാൻ പറ്റാറില്ല. പെട്ടെന്ന് തന്നെ അറ്റൻഷൻ ബ്രേക്ക് ആയിപ്പോവും. ഈ പ്രശ്നം എനിക്ക് മാത്രമാണോ അത് നിങ്ങൾക്കും ഉണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റിൽ പറഞ്ഞേക്കണം, എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒന്നും ചെയ്യാനില്ലാണ്ട് ബോറടിച്ചപ്പോൾ ജസ്റ്റ് മുറ്റത്തൊക്കെ നടക്കുമായിരുന്നേ. ഇവിടെ ഓൾവേസ് നല്ല വ്യൂ ആയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് റെയിനി സീസണിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഞാനിപ്പോൾ നിൽക്കുന്ന ജസ്റ്റ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ. ഈ കാണുന്നതാണ് അഷ്ടമുടി കായൽ. ഡെയിലി ഒരു 100 ഹൗസ് ബോട്ടെങ്കിലും നമുക്കിവിടെ മിനിമം കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ തിരിച്ച് നടത്തൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ളൊരു കോവയ്ക്കാക്കാൻ വന്നായിരുന്നു. അത് ഞാൻ ആക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കുറച്ച് ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലി ടുട്ടു വ്ളോഗ്സിൻ്റെ ടുട്ടുവിൻ്റെ വീട്ടിൽ നിന്ന് തന്നു വിട്ടതാണ്. അവിടെ നിന്ന് ഞാൻ എപ്പോഴും വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ തന്നു വിടാറുണ്ട്. അപ്പോൾ ഈ തവണ അതിൽ ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനൊരു ഈസി ലേസി ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പോകും. ഈ ചമ്മന്തി ഉണ്ടാക്കാൻ ആക്ച്വലി 2 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ആകെ ചെയ്യേണ്ടത് ആ ചെമ്മീനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുക. എന്നിട്ട് സവാളയും പച്ചമുളകും ആ ചെമ്മീനും കുറച്ച് മുളക് പൊടി ഉപ്പും കൂട്ടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. വെറും 2 സെക്കൻഡ് ക്രഷ് ചെയ്യുക, അത്രേ ഉള്ളൂ. ലാസ്റ്റ് പിന്നെ കുറച്ചൊരു വെളിച്ചെണ്ണയും കൂടി എടുത്താൽ ചമ്മന്തി റെഡി. എനിക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചമ്മന്തിയാണ്. അതുപോലെ പിന്നെ ഈസിയും കൂടെ ആയതുകൊണ്ട് ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചമ്മന്തിയുടെ ഫൈനൽ ലുക്ക്. ഇതങ്ങനെ സ്പെഷ്യലൊന്നുമല്ല, കുറേ പേർക്ക് അറിയുന്ന ഒരുപാട് പണ്ട് തൊട്ടേ ഉള്ളൊരു ചമ്മന്തിയൊക്കെ തന്നെയാണ്. പിന്നെ ഈ ഒരു മിഠായി ഉണ്ടോ, ഇത് ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എപ്പോൾ പോയാലും വാങ്ങുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മിഠായിയാണ്. അതപ്പോൾ കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ചോറ് കഴിക്കാൻ തീരുമാനിച്ചായിരുന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞി കഷ്ണം അയിലയും കുറച്ച് കോവയ്ക്കയും പിന്നെ നമ്മുടെ മെയിൻ ചെമ്മീൻ ചമ്മന്തിയായിരുന്നു എടുത്തിട്ടുള്ളത്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ സ്ഥിര സ്പോട്ടിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിൽ പ്രത്യേകിച്ച് സ്ക്രീനിൻ്റെ ഒന്നും ആവശ്യമില്ല, ഫോണോ ലാപ്പോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. നല്ല വ്യൂ ആയിരിക്കും. ഫുഡ് കഴിഞ്ഞാൽ പിന്നെ നേരെ കിടന്നുറങ്ങിപ്പോയാൽ പിന്നെ എണീറ്റത് ഈവനിങ് ആയിരുന്നു. ചായയും ഇന്ന് 50-50 ബിസ്ക്കറ്റായിരുന്നു ചായയുടെ കൂടെ. ഈ കാണുന്ന ബിസ്ക്കറ്റൊക്കെ കണ്ടു, ഇതെല്ലാം എനിക്ക് ടുട്ടുവിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് തന്നു വിട്ടായിരുന്നേ. ഒരു ചായ കൂടിയും കഴിഞ്ഞപ്പോഴേക്ക് ഇരുട്ടായി കഴിഞ്ഞു. ഇപ്പം അങ്ങനെ ഓൾവേസ് പെട്ടെന്ന് തന്നെ ദിവസം പോകുന്നത്, നമ്മൾ അറിയും കൂടിയില്ല. അങ്ങനെ പിന്നെ ഈവനിങ് ഒന്ന് ഫ്രഷ് ആയിട്ട് പ്രെയറൊക്കെ കഴിഞ്ഞ് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞ് രാത്രി ഡിന്നറിനും സെയിം ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കാണാം.